അപ്പൊ സെൽവേക്ക നാളെ ഇലക്ഷൻ റിസൾട്ട് അറിയാൻ പോയുള്ള എന്താണ് നിങ്ങളെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞേ? ആ, 100% ഗ്യാരണ്ടിയാണ്. കാശുമ്മ വാങ്ങിയിട്ട് അത്രയും തരം താന്ന ടീം നമ്മളെ നാട്ടിലില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാട്. കാശ് കൊണ്ടുള്ള അന്തസ് പണയം വെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കാശ് ഒരു വാങ്ങിയിട്ടുണ്ടാവും, വോട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യുന്നുണ്ട്. കാശുമ്മ മയങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തിരൂര് കുറുക്കോളി ജയിക്കുന്ന 100% കുറുക്കോളി ജയിക്കും. ജയിക്കാൻ കാരണങ്ങൾ ഒരു പൊടിയുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. ഒന്ന്, രണ്ടാമത് അത്ര നല്ല മനുഷ്യനാണെങ്കിൽ മൂപ്പര് നിൽക്കേണ്ടത് താന്നൂരാണ്. ആ താന്നൂരിൽ നമ്മളെ മണ്ഡലത്തിൽ വന്ന് നിൽക്കുമ്പോ അത് എന്തോ ഒരു മുതലെടുപ്പ് കണ്ടിട്ടൊന്നല്ല. അതായത് അവിടെ നിന്നാ മൂപ്പര് കളം കാലിയാവുന്ന തോടി, അല്ലെങ്കിൽ അവിടെയുള്ള നിൽക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് പൗരെടുക്കാന്ന് കണക്കൂട്ടിയതാണ്. അതാണ് ഇത്രയും കോടികൾ ഇവിടെ മറിച്ചിട്ടുണ്ട്. ഈ കോടികളൊന്നും മറിച്ചതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. വോട്ട് ചെയ്യേണ്ട ജയിലില്, ചെയ്യേണ്ട മട്ടത്തില്, ചെയ്യേണ്ട കാഴ്ചപ്പാടില്, ചെയ്യേണ്ട പ്രവർത്തിയിലും പോലും ചെയ്യും. നമ്മൾ ഭൂരിപക്ഷത്തോട് വിജയിക്കും ചെയ്യും. നമ്മൾ ഇവിടെ ആവേശം കൊണ്ടാടും ചെയ്യും. ഒരു മടിയും കരുതണ്ട, ഒരു മടിയിൽ ഒരു സംശയമില്ല. ഒരു സംശയം. കേരളം UDF ഭരിക്കോ? 100% ഭരിക്കും. ഭരിക്കണ്ടേ? കാരണം ഇവിടുത്തെ കാഴ്ചപ്പാട് 5 കൊല്ലം ഒരു ഓക്കെയാണ്. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാർക്ക് അതിന്റെ അറ്റത്താണ് നയിക്കണം. ഓരോ ആൾക്കാരെ നമ്മളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ 5 കൊല്ലം ഞങ്ങൾ നന്നാക്കി ഭരിച്ചിരിക്കണം, പിന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല, പല പാർട്ടിയോട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഓൾക്ക് തന്നെ ആ ബോധം വന്നതുകൊണ്ടും അത്തരം ചുറ്റുപാട് ഓൾക്ക് മനസ്സിലായതുകൊണ്ടും ഓരോ ആൾക്കാരെ കുറിപ്പോളി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് നാളെ കണ്ടു പച്ച കെട്ടിട്ട് ഇവിടെ ചാടും. 100% ചാടും. നമ്മൾ അതിനെ മെൽക്കെട്ട് എടുക്കണം. 60 കൊല്ലമായിട്ട് വെറുതെ എടുക്കുന്ന ആളാണ്. 60 കൊല്ലമായിട്ട് വെറുതെ ഒരു പണിക്കും സ്ഥലത്തിനും പോകാതെ എന്റെ ആകെയുള്ള ഒരു എൻജോയ് ചെയ്താണ്. ഇത് നന്നാക്കി പൗരെടുക്കലുണ്ട്, അതിന് പഞ്ചയിക്കലും ഇല്ല, ഒരാളെ പറ്റിക്കലും ഇല്ല, കായ് വാങ്ങിയിട്ട് മറിച്ച് ചെയ്യൂല, പട്ടി കയറാറിഞ്ഞാൽ ആണ്ടി വെച്ചൂല, കേറിന് കൈ കൊടുക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വെച്ചൂല, പെര കയറ്റി തരാറിഞ്ഞാൽ ആണ്ടി വെച്ചൂല. അതൊന്നുമില്ല. നമ്മൾ രാഷ്ട്രീയം ലെവലിൽ തന്നെ പോകും. അല്ലാതെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ ഇലക്ഷൻ വരുമ്പോ തുൾമ്പണ കേസിനൊന്നും നിന്നെ കിട്ടില്ല. അതൊന്നും കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേർന്നതുമല്ല. അതാണ് കാര്യം. ഓക്കെ, ശരി, സന്തോഷം.